പ്രണയസഖി ഭാഗം 29. ആ ദിവസം പൊന്നുവിനെ കാണാൻ ശിവയ്ക്കും ഉണ്ണിക്കും പറ്റിയിരുന്നില്ല. ശിവ അന്ന് ഉണ്ണിയുടെ വീട്ടിലാണ് താമസിച്ചത്. നല്ല സ്നേഹമുള്ളൊരു അച്ഛനും അമ്മയും അനിയനും. അങ്ങനെ പിറ്റേ ദിവസവും ശിവയും ഉണ്ണിയും കൂടെ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അച്ഛനും അമ്മയും മാത്രമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. പൊന്നു എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോഴും അവർക്കും ഇതുതന്നെയാണ് പറയാനുള്ളത്. അവരും ചോദിക്കുന്നത് ശിവയുടെ വീട്ടിൽ പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നാണ്. പക്ഷേ ശിവയുടെ അറിവിൽ വെച്ച് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഇല്ലെന്നാണ് അവരോടും മറുപടി പറഞ്ഞത്. കുറേ സമയം അവരവിടെ കാത്തിരുന്നിട്ടും പൊന്നു വരാതെ ആയപ്പോൾ അവരിറങ്ങി. അന്ന് തന്നെ അവർക്ക് തിരിച്ച് കോഴിക്കോട്ടേക്ക് പോകേണ്ട ആവശ്യമുള്ളതാണ്. ഉച്ചയ്ക്കാണ് ബസ്സുള്ളത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും ബസ്സുണ്ടാവുക. ഇരുവരും അധികം വൈകാതെ നേരെ കോഴിക്കോട്ടേക്ക് തിരിച്ചു. പൊന്നു എന്താണ് ഇങ്ങനെ ഇത്രത്തോളം മാറിയതെന്നുള്ള ചിന്ത ഇരുവരുടെയും മനസ്സിൽ ഒരു നോവായി തന്നെ നിന്നു. 7-8 വർഷം നിഴല് പോലെ കൂടെയുണ്ടായിരുന്നവളാണ്. അവൾ തന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ശിവയ്ക്കൊട്ടും സഹിക്കാനാവുന്നില്ലായിരുന്നു. വെറും 7 വർഷം മാത്രം പരിചയമുള്ള തനിക്ക് അവളുടെ അവഗണന സഹിക്കാനാവുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ചെറുപ്പം മുതലേ സുഹൃത്തുക്കളായിരുന്ന ഉണ്ണിക്ക് ഇതെങ്ങനെ സഹിക്കാനാവുന്നു എന്ന ചിന്തയായിരുന്നു ശിവയിൽ. ഉണ്ണി തിരികെ റൂമിലെത്തിയിട്ടും ശിവയോടൊന്നും മിണ്ടിയില്ല. അവൻ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. ശിവയും അതെ. ശിവയ്ക്ക് സ്വന്തം വേദനയേക്കാൾ ഉണ്ണി തകർന്നിരിക്കുന്നത് കണ്ടിട്ടാണ് വേദന തോന്നിയത്. എപ്പോഴും കലപില സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ്റെ മൂകത ശിവയെ ആകെ വല്ലാതെ ആക്കി. ദിവസങ്ങൾ പിന്നെയും പോയി മറഞ്ഞു. നാട്ടിൽ പോയി വന്നതിന് ശേഷം പൊന്നുവിനെ കാണാൻ ഇരുവരും ശ്രമിച്ചുവെങ്കിലും അവൾ പഴയതുപോലെ തന്നെ ഇരുവരെയും അവഗണിച്ചു വിട്ടു. പൊന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം തങ്ങൾ ഇരുവരും ആണോ എന്ന് പോലും ഇരുവരും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പൊന്നുവിൻ്റെ അവഗണന ഇരുവരെയും കൊല്ലാതെ കൊന്നു എന്ന് പറയാം. എങ്കിലും ഒരു തെറ്റുപോലും ചെയ്യാതെ തങ്ങളോടിങ്ങനെ അവൾ ഈ അവഗണന കാണിക്കുന്നത് ഇരുവരിലും അവളോട് അല്പമെങ്കിലും ദേഷ്യം ഉണ്ടാക്കിയിരുന്നു. എന്നിരുന്നാലും ഉണ്ണിക്കും ശിവയ്ക്കും പൊന്നുവിനോടുണ്ടായിരുന്ന സ്നേഹത്തിന് ഒരല്പം പോലും കുറവ് വന്നിട്ടില്ലായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും കടന്നുപോയി. പൊന്നു ഇരുവരോടും മിണ്ടാതെയായിട്ട് 4 മാസം കഴിഞ്ഞു. വീണ്ടും വീണ്ടും ഇരുവരും അവളോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവഗണന മാത്രമായിരുന്നു തിരികെ ലഭിച്ചത്. ഇരുവരും അത് കണ്ടതും വീണ്ടും വല്ലാതെ തകർന്നു പോയിരുന്നു. ഉണ്ണിയോട് പൊന്നുവിൻ്റെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും വരെ വിളിച്ചു ചോദിച്ചു അവൾക്ക് എന്ത് പറ്റിയതാണെന്ന്. പക്ഷേ അവരോടും എന്ത് മറുപടി കൊടുക്കണം എന്നവൻ അറിയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ 4 മാസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ തന്നെ ഉണ്ണിയുടെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഇരുവരും ഉണർന്നത്. നോക്കുമ്പോൾ അവൻ്റെ അമ്മയാണ്. കണ്ണുകളൊന്ന് അമർത്തി തുടച്ച് അവൻ ഫോൺ എടുത്തു. എന്നാൽ മറുവശത്ത് നിന്നും കേട്ടത് അമ്മയുടെ ഉറക്കെയുള്ള ശബ്ദത്തിലുള്ള കരച്ചിലാണ്. കൂടെ മറുവശത്ത് നിന്ന് കേട്ട വാർത്തയിൽ ഉണ്ണി ശില കണക്ക് നിന്ന് പോയി. ശരീരം അനങ്ങുന്നില്ല. ഹൃദയമിടിപ്പ് പോലും നിലച്ചു പോയോ എന്ന് ചിന്തിച്ചു പോയ സമയം അവൻ്റെ കൈകളിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. ശിവയോടിതെങ്ങനെ പറയണം എന്ന് പോലും അവനറിയില്ല. ശിവ എന്നവൻ വിളിച്ചുവെങ്കിലും അവൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. കട്ടിലിൽ ശിവ നല്ല രീതിയിൽ ഉറക്കത്തിലാണ്. രാത്രി ആകെ അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിയാണ് കിടന്നത്. അതുകൊണ്ട് ഉറക്കം ക്ഷീണം കാണും. ഉണ്ണി വിളിച്ചിട്ടും അവൻ ഉണരുന്നില്ല എന്ന് കണ്ടതും ഉണ്ണി അവൻ്റെ ഷോൾഡറിലൊന്ന് തട്ടി വിളിച്ചു. അത് കേട്ടതും ശിവ കണ്ണു തുറന്നു. ഉറക്കത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ അവൻ കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്ന ഉണ്ണിയെയാണ്. എന്താടാ? ശിവ ആദിയോടെ അവനോട് ചോദിച്ചു. എടാ പൊന്നു പൊന്നു അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പൊന്നുവിനെന്തു പറ്റി? എന്താടാ? ശിവ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ ഒന്ന് കലങ്ങി. എടാ അവൾക്ക് ആക്സിഡൻ്റ് ആയിന്ന്. അമ്മ നല്ല കരച്ചിലായിരുന്നു. ആക്സിഡൻറ്റോ? എപ്പോ? എവിടെ വെച്ച്? ശിവയുടെ ശബ്ദം അത് കേട്ടതും ഇടറിപ്പോയി. തൊണ്ട വറ്റി വരണ്ടതുപോലെ. നാട്ടിൽ വെച്ചാണെന്ന്. നമുക്ക് പോകാം. ശിവ വേഗം തന്നെ ബസ് ടിക്കറ്റ് നോക്കി. ഈ സമയത്ത് ബസ്സൊന്നും അങ്ങോട്ടില്ല. പിന്നെ റെൻ്റായിട്ടൊരു കാറെടുത്ത് ഇരുവരും അങ്ങോട്ടേക്ക് തിരിച്ചു. ഇരുവരുടെയും മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു. സമാധാനമില്ലാത്ത മനസ്സോടെയാണ് ഇരുവരും യാത്ര ചെയ്തത്. ശിവയും ഉണ്ണിയും മാറി മാറി വണ്ടി ഓടിച്ചു. ഇരുവർക്കും എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന ചിന്തയായിരുന്നു. ഇരുവരുടെയും ഉള്ളിലും പൊന്നു മാത്രം നിറഞ്ഞു നിന്നു. എത്രയൊക്കെ അവളോട് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞാലും എന്നും അവൾ തങ്ങൾക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ്. അവരുടെ 2 പേരുടെ ഇടയിലും അവൾക്ക് ഒരു കുഞ്ഞു പെങ്ങൾ എന്നതുപോലുള്ള വാത്സല്യമായിരുന്നു. നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇരുവരും വയനാടെത്തി. പൊന്നുവിൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറില്ല. വണ്ടി പാർക്ക് ചെയ്ത് പൊന്നുവിൻ്റെ വീട്ടിലേക്ക് നടന്നു. അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ മുറ്റത്തായിട്ടിരിക്കുന്ന നീല നിറത്തിലെ പന്തല് കണ്ടതും ഇരുവരുടെയും നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ചുറ്റും ആൾക്കൂട്ടാണ്. ആളുകൾ വന്നും പോയി കൊണ്ടിരിക്കുകയാണ്. വീടിനടുത്തേക്ക് എത്തുമ്പോഴേക്കും ഉയർന്നു കേൾക്കുന്ന നിലവിളികൾ. മോളെ എന്ന് വിളിച്ചുള്ള അവളുടെ അമ്മയുടെ കരച്ചിൽ കേട്ടതും ശിവ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു.
ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഉണ്ണിയുടെ സമനില ആകെ തെറ്റിയതുപോലുള്ള അവസ്ഥയിലായി. പ്രതിമ നടന്നു പോകും കണക്കെ അവൻ മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ പൊന്നുവിൻ്റെ അമ്മ വന്ന് ഇരുവരുടെയും മുന്നിലായി നിന്നു. മക്കൾ വന്നോ? വാ, അവൾ ഉറങ്ങുവാണ്. ഞാൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. നിങ്ങൾ വന്നൊന്ന് വിളിച്ചു നോക്കൂ. അമ്മ പറയുന്നത് കേട്ടതും ശിവയും ഉണ്ണിയും തറഞ്ഞു നിന്ന് പോയി. അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ഉണ്ണി പൊന്നുവിൻ്റെ അമ്മയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് ആ അമ്മ ഉറക്കെ അലറി കരഞ്ഞു പോയി. എൻ്റെ മോള് പോയി മോനെ. ആ അമ്മ അലറി കരഞ്ഞു. ഉണ്ണിയും ശിവയും പതിയെ അവൾക്കടുത്തേക്ക് നടന്നു. ഇത്രയും നാളും തങ്ങളുടെ കൂടെ കൊഞ്ചിയും കളിച്ചും ചിരിച്ചും വഴക്കുണ്ടാക്കിയും നടന്നിരുന്നവൾ ഇന്ന് ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ജീവനില്ലാതെ. ഇരുവർക്കും സഹിക്കാനാവുന്നില്ലായിരുന്നു. ഉണ്ണി വന്ന് അവളുടെ മൂടി കെട്ടിവെച്ചിരിക്കുന്ന നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു. കണ്ണുനീർ ഒഴുകിയിറങ്ങി. ശിവയും വന്ന് അവളെ ഒന്ന് ചുംബിച്ചു. അമ്മമാരുടെ കരച്ചിൽ കേട്ട് അവിടെ നിൽക്കാൻ അവർക്കാവുന്നുണ്ടായിരുന്നില്ല. മറുവശത്തായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛനും. കണ്ണുനീർ വരുന്നില്ല. ഒരുതരം മരവിച്ച അവസ്ഥയിലാണ് ഇരുവർക്കും. അവളെ വീണ്ടും ഒരു നോക്ക് കാണാതെ ശിവ പിന്തിരിഞ്ഞു നടന്നു. പുഴയുടെ കടവിലായി വന്നിരിക്കുകയാണ് ഇരുവരും. വിദൂരതയിലേക്ക് നോക്കി ഇരുവരും മരവിച്ചിരിക്കുകയാണ്. പൊന്നു ഇനിയില്ല അല്ലേ ശിവ? ഇടർച്ചയോട് ചോദിച്ചുകൊണ്ട് ഉണ്ണി പൊട്ടിക്കരഞ്ഞുപോയി. ശിവയും കരഞ്ഞുപോയി. ഇരുവർക്കും പരസ്പരം ആശ്വാസമാകാനോ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല. ഇരുവരും സ്വയം ഓരോന്ന് പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. സമയം രാത്രിയായി. ഇരുവരും അവിടെ തന്നെ ഇരിപ്പാണ്. അവൾക്ക് എന്ത് പറ്റിയതാണെന്ന് പോലും ഇരുവരും അന്വേഷിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെയാണ് ഇരുവരും തിരികെ അങ്ങോട്ട് പോയത്. അവളുടെ വീടിൻ്റെ തെക്കുവശം എരിയുന്ന ചിതയിലേക്ക് ഇരുവരും ഒന്ന് നോക്കി. പ്രാണൻ പറഞ്ഞു പോകുന്ന വേദന. പക്ഷേ ഇവിടെ തളർന്നു പോയാൽ എല്ലാവരും തളരും. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇനി ആരുമില്ല. കല്ല് പോലുള്ള മനസ്സോടെ ഇരുവരും അകത്തേക്ക് കയറി. ഹാളിലെ തന്നെ മൂലയിലായിട്ട് അവളുടെ അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ഉണ്ണിയുടെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. ഇരുവരെയും കണ്ടതും അവളുടെ അമ്മ അവശതയോടെ കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കി. ഉണ്ണിയും ശിവയും വന്ന് അവരുടെ ഇരുവരുടെയും അടുത്ത് വന്നിരുന്നു. എല്ലാവരെയും വേണ്ടെന്ന് വെച്ച് പോകാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ണി അവൾക്കുണ്ടായിരുന്നത്? ഏങ്ങലോടെ അവളുടെ അമ്മ ചോദിച്ചതും ഇരുവരും അവരെ സംശയത്തോടെ നോക്കി. ആക്സിഡൻ്റ് അല്ല ഉണ്ണി, അവൾ സ്വയം. വിതുമ്പലോടെ ഉണ്ണിയുടെ അമ്മ പറഞ്ഞതും ഇരുവരും തറഞ്ഞു നിന്ന് പോയി. അമ്മ, ഇവിടെ വരെ വരാനുള്ളതല്ലേന്ന് ഓർത്ത് ആക്സിഡൻ്റ് ആണെന്ന് മനഃപൂർവ്വം നിങ്ങളോട് പറഞ്ഞതാ. മോള് ഇങ്ങനെ ഒരു അരുതായ്മ കാണിക്കുമെന്ന് ആരും കരുതിയില്ലല്ലോ. ഉണ്ണിയുടെ അമ്മയും വിതുമ്പലോടെ പറഞ്ഞു. ശിവയും ഉണ്ണിയും കേട്ട വാർത്തയിൽ ഞെട്ടിപ്പോയിരുന്നു. എന്തിനവൾ ഇങ്ങനെ ചെയ്തു? എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയായിരുന്നില്ലേ? ഇരുവരും വേദനയോടെ അന്നേരം ചിന്തിച്ചു. അതേസമയം തന്നെയാണ് അങ്ങോട്ടേക്ക് പോലീസ് എത്തിയത്. എല്ലാവരും അവരെ കണ്ടതും എഴുന്നേറ്റ് നിന്നു. ശിവയും ഉണ്ണിയും മുന്നിലേക്ക് നിന്നു. ഞാൻ അവളുടെ കസിനാണ്. ഇത് ഫ്രണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ്. എന്ത് ചെയ്യുന്നു? ഞങ്ങളിപ്പോൾ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ഐ എം അനുരാഗ്. സ്ഥലം എസ് ഐ ആണ്. മരിച്ച പൊന്നമ്പിളി എന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണോ? ഇല്ല. പക്ഷേ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. 2 ദിവസം മുൻപ് ആ കുട്ടി അത് അബോർഷൻ ചെയ്തിട്ടുമുണ്ട്. എസ് ഐ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവരെ നോക്കി. നോവേ, അവൾ പ്രഗ്നൻ്റ് ഒന്നും ആയിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിൽ ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്നും 2 ദിവസം മുൻപ് അത് അബോർഷൻ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അത് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയാൾ അവരുടെ കൈകളിലേക്ക് കൊടുത്തു. ഇരുവരും അത് വാങ്ങി പരിശോധിച്ച് നോക്കി. ശരിയാണ്, അതിൽ പൊന്നുവിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഞെട്ടലോടെ ഇരുവരും മുഖം ഉയർത്തി നോക്കി. പൊന്നമ്പിളിയുടെ അച്ഛനോടും അമ്മയോടും എനിക്ക് സംസാരിക്കാനുണ്ട്. ഈ ഒരവസ്ഥയിൽ പാടില്ല. എങ്കിലും നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾക്കും ഇരിക്കാം. എസ് ഐ പറഞ്ഞതും എല്ലാവരും സമ്മതം കൊടുത്തു. ഈ പറഞ്ഞ പൊന്നമ്പിളിക്ക് ആരെങ്കിലുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. ഉണ്ണിയാണ് അതിനുത്തരം പറഞ്ഞത്. അത് കേട്ടതും എസ് ഐ അവനെ നോക്കി. നിങ്ങൾക്ക് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. ഉണ്ണി ഇല്ല എന്ന് പറയും മുന്നേ പൊന്നുവിൻ്റെ അമ്മയുടെ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും അവരെ നോക്കി. എനിക്ക് സംശയമുണ്ട്. ഇവനെയാണ് എനിക്ക് സംശയം. അവർ ആക്രോശത്തോടെ ശിവയുടെ നേരെ കൈ ചൂണ്ടി. എല്ലാവരും ഞെട്ടലോടെ അവരെ നോക്കി. അമ്മേ, അവൻ വേണ്ട. ഉണ്ണി എന്തോ പറയാൻ വന്നതും അവളുടെ അമ്മ അത് തടഞ്ഞു. ഇവൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടി 1-2 ദിവസം താമസിക്കാൻ പോയിരുന്നു സാറേ. അതിൽ പിന്നെ എൻ്റെ കുട്ടി നന്നായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എപ്പോഴും ഒതുങ്ങിക്കൂടി. ഇവനാണ്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവരാകെ തളർന്നു. എല്ലാവരും ഞെട്ടലോടെ ശിവയെ നോക്കി. താനൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വാ. പോലീസ് പറഞ്ഞതും ശിവ സമ്മതിച്ചു. എങ്കിലും ശിവ ഞെട്ടലിലാണ്. പിന്നീട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. കേസായി, തെളിവെടുപ്പായി, കോടതിയായി,
വിധി വന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ മരവിച്ച മനസ്സുമായിട്ട് ഞാനും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും തൻ്റെ തോളിൽ ഒരു നനവ് പടരുന്നതും ഏങ്ങലടി ശബ്ദങ്ങളും കേട്ട് ശിവ അരികിലേക്ക് നോക്കി. അവനിലേക്ക് ചേർന്നിരുന്ന് അവൻ്റെ കൈ ചുറ്റിപ്പിടിച്ച് അവൻ്റെ തോളിലേക്ക് മുഖം അമർത്തി വെച്ച് തേങ്ങി കരയുകയാണ് പെണ്ണ്. ഏയ് കരയല്ലേ. പിന്നെന്ത് പറ്റി ദേവേട്ടാ? പിന്നെന്താവാൻ, കേസായി, വീട്ടിലൊക്കെ അന്വേഷിച്ചു വന്നു. മൊത്തത്തിൽ കേസിലെ പ്രതി ഞാനാണെന്ന രീതിയിലായി. അതിന് ദേവേട്ടനൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ല, പക്ഷേ എല്ലാവരും എൻ്റെ നേർക്കായിരുന്നു. പിന്നെ പൊന്നു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് കേസ് സ്ട്രോങ് ആയിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷേ കാശിൻ്റെ ഒരു ബലത്തിൽ കേസൊക്കെ അച്ഛൻ ഒതുക്കി തീർത്തു. എങ്കിലും ഒരു കുടുംബത്തിൻ്റെ ശാപം ഇപ്പോഴും എൻ്റെ മേലുണ്ട്. അതിനുശേഷം കളപ്പുരയ്ക്കിൽ നിൽക്കാൻ തോന്നിയിട്ടില്ല. എല്ലാവർക്കും എന്നോടൊരകൽച്ച പോലെ. പിന്നെ അച്ഛൻ്റെ കുറ്റപ്പെടുത്തൽ എല്ലാം കൊണ്ടും മടുത്തപ്പോൾ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കൊടുത്ത് ഈ വീടങ്ങ് വാങ്ങി ഇങ്ങോട്ട് താമസം മാറി. എല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ്റെ ശബ്ദത്തിലെ വേദനയും ദുഃഖവും അവൾക്ക് എളുപ്പം മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ അതിനനുസരിച്ച് നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. പൊന്നുവിന് ശരിക്കും എന്ത് പറ്റിയതാണ് ദേവേട്ട? കരച്ചിലിനിടയിലും അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. അവൾ അവൻ്റെ കൈകൾക്ക് മുകളിൽ കൈവച്ചു. അവനും അവളുടെ കണ്ണിലേക്ക് നോക്കി. പൊന്നു അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ദേവേട്ടൻ ഉറപ്പാണെങ്കിൽ അത് ചെയ്തതാരാണെന്ന് കണ്ടുപിടിക്കണം. ഗൗരവത്തോടെ പറയുന്നവളെ അവൻ നോക്കിയിരുന്നു. അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അവൻ പ്രതീക്ഷിച്ചില്ല. കണ്ടുപിടിക്കുക മാത്രമല്ല, അവനെ കൊന്നേക്ക്. ഉറപ്പോടെ പറയുന്നവളെ കണ്ടതും അവൻ അവളെ ആശ്ചര്യത്തോടെ നോക്കി. ഇത്ര നേരം ഉണ്ടായിരുന്ന കരച്ചിലൊന്നും ഇപ്പോഴില്ല. ഇപ്പോൾ ആ മുഖമാകെ ദേഷ്യത്തിലാണ്. അതേ ദേഷ്യത്തിലാണ് അവൾ അത് അവനോട് പറഞ്ഞതും. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.